ദേവിക ഒരു ആങ്കർ ആയിട്ടാണല്ലോ ഈ കരിയർ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആ ആങ്കറിംഗ് ലൈഫ് ആങ്കറായിട്ടല്ല കരിയർ സ്റ്റാർട്ട്, പക്ഷെ ആങ്കറായി അഭിനയിച്ചു, തമിഴിൽ അഭിനയിച്ചു. അപ്പൊ എങ്ങനെയുണ്ടായിരുന്നു ഇത്രയും നാളത്തെ ഒരു ജേർണിയെ കുറിച്ച് തിരിഞ്ഞു നോക്കുമ്പോൾ തോന്നി വണ്ടത്തരായിരുന്നു ചെയ്തെന്ന് ചില സമയത്ത്. സീരിയസ്ലി ഞാൻ ദേവിക വേണ്ടെന്ന് വെച്ച ക്യാരക്ടറാണ് മിക്കത് ഞാൻ ചെയ്ത് തിരിച്ചടിച്ചത്. അല്ല, ഞാനിത് പറഞ്ഞിട്ടുണ്ട്. എന്നോട് ഇത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു സ്വാസികയ്ക്ക് ബുദ്ധിയുണ്ട്. നിങ്ങൾക്ക് ബുദ്ധിയില്ല, അതാണ് നിങ്ങളുടെ പ്രശ്നം. മെയിൻ ആയിട്ട് നമ്മുടെ കട്ടപ്പനയിലെ ആ ക്യാരക്ടർ ദേവികയായിരുന്നു ചെയ്യാനിരുന്നത്. ഈവൻ സീത ദേവികയായിരുന്നു ചെയ്യാനിരുന്നത്. നമുക്ക് രണ്ടുപേർക്കും മാറി മാറിയിട്ടാ വരിക. അപ്പൊ ഇന്നലെ വന്നോണ്ടിരിക്കുമ്പോ, ഈ ഷോന് വന്നോണ്ടിരിക്കുമ്പോ എന്റെ അനിയൻ പറഞ്ഞു ഓപ്പോളെ ഇപ്പോഴും ഓപ്പോളിയും സ്വാസിക ചേച്ചിനെയും മാറി പോവാണ് ആൾക്കാർക്ക്. അങ്ങനെയാണ് എന്നോടൊക്കെ പറഞ്ഞിട്ടുണ്ട് സ്വാസിക അല്ലെ കല്യാണം കഴിക്കാൻ പോകുന്നുള്ള രീതിയിൽ. അപ്പം എനിക്ക് പിടിയിട്ടില്ല എന്താ പിന്നെ. അപ്പൊ ഞാൻ പറഞ്ഞല്ല, ദേവികയാണ്. അടിപൊളി. അപ്പൊ ഇനി നിങ്ങളുടെ ഒരു അതായത് കുറച്ച് വിശേഷങ്ങൾ നമ്മൾ പറഞ്ഞു, ഒരു ബ്രേക്ക് എടുത്തു, ഒരു പാട്ടൊക്കെ കേട്ടു. ഇനി നമുക്കൊരു ഗെയിം സെക്ഷൻ ഉണ്ട്, അതിലേക്ക് പോവാം. സിമ്പിൾ ആയിട്ടുള്ള ഒരു വിഷ്വൽ ഗെയിമാണ്. ആദ്യം ദേവിക ഒരു വിഷ്വൽ കാണിക്കുമ്പോൾ ദേവിക ആൻസർ പറയണം, പിന്നെ വിജയ് പറയണം, പിന്നെ ദേവിക വിജയ്. അതിൽ ജയിക്കുന്ന ഒരാൾക്ക് 25 ലക്ഷം രൂപയുടെ ചെക്ക്, 25 ലക്ഷം രൂപയുടെ ചെക്ക്. നോക്കുന്ന ആൾക്ക് പണിഷ്മെന്റ്. ഓക്കെ. അല്ല, വേറൊരു കാര്യം, 25 ലക്ഷം രൂപയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ദേവിക ആങ്കർ ചെയ്ത സമയത്ത് ഒരു 25 ലക്ഷം രൂപ എന്തായിരുന്നു സംഭവം? അങ്ങനെ എന്തോ ഒരു ന്യൂസ്. അത് ഇങ്ങനെ പിന്നെ ഞാൻ എന്തിനാണ് ഈ കുപ്പായിട്ട് മാഷ് അറിഞ്ഞിട്ടില്ല. മാഷ് അറിയാത്ത രഹസ്യം ദേവിക റെഡ് കാർപ്പറ്റിന്റെ വേദിയിൽ വെളിപ്പെടുത്തുന്നു. ആക്ച്വലി താങ്കൾക്ക് അറിയാം ഞാനൊരു പൊട്ടത്തിയാണെന്നുള്ളത്. അതറിയാം. അറിയാം. അപ്പം ഷോ ഇതേമാതിരി ആങ്കർ ചെയ്യുന്നുണ്ട്. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പണ്ട് ആങ്കറിംഗ് എന്ന് പറയുന്നത്. എന്തെങ്കിലുമൊക്കെ തെറ്റി പറയോ, സ്റ്റേജ് കാണുമ്പോഴേ കൈ കരക്കെ വരയ്ക്കാൻ തുടങ്ങുമായിരുന്നു. അങ്ങനെ ഞാൻ ഇന്ത്യൻ വോയിസിന്റെ ഫിനാലെ, അത് ഞാനല്ല ആങ്കർ ചെയ്യുന്നത്, രഞ്ജിനി ചേച്ചിയാ. അപ്പം ഞാൻ സിനിമയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ അവർക്ക് എന്നോട് ഇഷ്ടം കാരണം എന്നെ എല്ലാ ഫിനാലേക്കും എന്നെ വിളിക്കും ഗസ്റ്റായിട്ട് ആങ്കർ ചെയ്യാൻ വേണ്ടി. അപ്പം ഞാൻ ചെന്ന് സ്റ്റേജിൽ നിൽക്കാം. ഞാനുണ്ട്, രഞ്ജിനി ചേച്ചി ഉണ്ട്, മമ്മൂക്ക, സുജാത ചേച്ചി, ശരത് സാർ, എല്ലാവരും ഉണ്ട്. അപ്പം ഞാൻ മലയാളത്തിൽ പറയണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ ഇരുന്നുണ്ടായിരുന്നത്. അപ്പം ഇങ്ങനെ ഫൈനൽ ആർക്കാണ് ഫസ്റ്റ് നടിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുക. അപ്പൊ അത് എങ്ങനെയായിരുന്നു പറഞ്ഞത്? നമ്മളുടെ 1ാം സമ്മാനം ലഭിക്കാൻ പോകുന്നത് ആർക്കാണെന്ന് അറിയോ? അതിനാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. സോ 1ാം സമ്മാനം 25 ലക്ഷം രൂപയുടെ ക്യാഷ് പ്രൈസ് പറഞ്ഞിട്ട് ഞാൻ നോക്കുമ്പോൾ എല്ലാവരും ഭയങ്കര ചിരി. അപ്പം എനിക്ക് മനസ്സിലാവില്ല ഞാൻ എന്താ ഇത്ര വലിയ മണ്ടത്തരം പറഞ്ഞത്. ഷോ ഒക്കെ കഴിഞ്ഞ് ഇറങ്ങി ചെല്ലുമ്പം എല്ലാവരും ദേവിക 25 ലക്ഷം, ദേവിക 25 ലക്ഷം. അതൊന്നും എനിക്ക് വിഷമായില്ല. ഒരു അപ്പൂപ്പൻ എവിടുന്നോ ഞാനിങ്ങനെ നടന്ന് ഭക്ഷണം കഴിക്കാൻ പോവാ. അപ്പൊ ആ അപ്പൂപ്പൻ അവിടെ നിന്ന് എന്നെ കണ്ടപ്പോ മോളെ നിന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി വന്നിട്ട് 25 ലക്ഷം കൊള്ളാട്ടോ മോളെ, എനിക്ക് ഇഷ്ടമായി എന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇത്രയും വലിയൊരു മണ്ടത്തരാണോ. മണ്ടത്തരൊന്നല്ലല്ലോ. എനിക്കും അത് പക്ഷെ ആ ഒരു സീനിൽ അതൊരു ഭയങ്കര മണ്ടത്തരായി പോയിട്ടുണ്ടായിരുന്നു.